എല്ലാവർക്കും ഹാക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തന്നെ അതുവരെ ഉണ്ടായിരുന്ന ഒരു ധാരണ ഉണ്ട്, ഇതായിരിക്കും ഹാക്കിംഗ്. ചില സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ കഷ്ടപ്പാട് ഞങ്ങൾക്ക് അറിയണ്ട എന്ന് പറയുന്ന ഉത്തരം കേട്ടിട്ടുണ്ടെങ്കിലും ഇതിനും വീണ്ടും ഞാൻ താങ്ങൂ ഒരു ഹാക്കറിനൊക്കെ. ഞാൻ ഹരിഹരസുധൻ, എത്തിക്കൽ ഹാക്കർ. ഒരു ലീഡ് കിട്ടിയിട്ടുണ്ടേ, ആ കാർഡ് അതിൻ്റെ പിന്ന് എല്ലാം കൊടുത്തു. നമ്മൾ കണ്ടിട്ടുള്ള ഹാക്കിങ് ലാപ്ടോപ്പിലിരുന്ന് ഈ പരിപാടിയാണല്ലോ. ഇവളിങ്ങനെ കാഷ്വലി പിന്നൊക്കെ എന്തിനാ ഇവര് ചോദിക്കുന്നത്? അപ്പൊ എനിക്ക് പിന്നെ ചോദിച്ചോ പോട്ടെ, ഇവിടെ അധികം നേരം നിൽക്കുന്നത്. അത് ഇതെങ്ങനെ എനിക്ക് കിട്ടിയെന്ന് ചോദിച്ചാൽ നമ്മളുടെ R&D ടീമാണ് എനിക്കിത് ഗ്യാദർ ചെയ്ത് തന്നത്. എവിടാ മാതിരി ഞാനോ പെട്ടു, നിങ്ങളെങ്ങനെ പെടാൻ വരിക? എൻ്റെ ഫോണിൽ ഡെയിലി 3 വെച്ച് വരാറുണ്ട്. ആൾക്കാർക്ക് ഇത് കൊടുക്കല്ലേ, ചലഞ്ച് കൊടുക്കല്ലേ, അവർ ചിലപ്പോൾ എടുക്കും. അല്ല, ചലഞ്ച് ആയിട്ട് കൊടുക്കാം, നമ്മളുണ്ടല്ലോ ഇവിടെ ഉണ്ടല്ലോ. ഓ, മെയിൽ ഐ ഡിയും പാസ്വേഡും അവിടെ വന്നു. ഹായ് ഓൾ, വെൽക്കം ടു ഒഫൻസീവ് ഹാക്കേഴ്സ് അക്കാദമി. അപ്പോൾ ഇന്ന് നമ്മൾക്കിവിടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റാണുള്ളത്. ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. നമ്മളുടെ കൂടെ ഇവിടെ സംഗീതാണുള്ളത്. ആൻഡ് ഈസ് ഓൾസോ ആൻ ആക്ടർ പ്ലസ് എഡിറ്റർ ആണല്ലേ? അതെ, ഞാൻ പ്രൊഫൈലിൽ കണ്ടു. സോ വളരെ നന്ദി. അതായത് ആദ്യം തന്നെ ഞാൻ നന്ദിയൊക്കെയാണ് ഈ ബിസി ഷെഡ്യൂളിൽ ഈ ഒരു ടൈം കണ്ടതിന്. താങ്ക് യു. സോ ദ മെയിൻ തിങ്, റൊമാൻസ്, അതെ, അപ്കമിങ് മൂവി. അതെ. ഓക്കെ, സോ എല്ലാവർക്കും ഉള്ളൊരു ചോദ്യം തന്നെയാണ്, എന്താണ് റൊമാൻസ്? ആ നെയിമിൽ തന്നെ സംതിങ് പറയാനുണ്ട്. അത് ആക്ച്വലി കുറേ സർപ്രൈസസ് ഉള്ള ഒരു മൂവി ആയിരിക്കും. കാരണം പേര് ആദ്യം അനൗൺസ് ചെയ്യുമ്പോൾ തുടങ്ങി പല എക്സ്പ്ലനേഷൻസ് ആയിരിക്കും. ഇങ്ങനൊരു സിനിമ ആയിരിക്കും, അങ്ങനെ പല ഫൈൻഡിങ്സ് ആണ് ആളുകൾക്കുള്ളത്. പക്ഷേ ആക്ച്വലി സിനിമ എന്താണെന്നുള്ളത് ഇപ്പോൾ ഉടനെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ട്രെയിലർ വരും. അപ്പോൾ ട്രെയിലറിൽ നിന്ന് ട്രെയിലറിലും കുറേ സർപ്രൈസസ് ഒക്കെ വെച്ച് കംപ്ലീറ്റ് സർപ്രൈസ് ആണ് ഇതിൽ ഉണ്ടാവണം. തിയേറ്ററിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ള എന്തായാലും ബേസിക്കലി എല്ലാവരും ഒരേപോലെ, അല്ലെങ്കിൽ ഒരു മെജോറിറ്റി പറയുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതിനകത്തുണ്ട് എല്ലാവരുടെയും. ആ ഒരു കോമ്പിനേഷൻസ് എന്തായാലും നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാൻ ബ്രോ എന്നൊരു പേര് വരുന്നുണ്ട്, പ്ലസ് റൊമാൻസ്. അതെ അതെ അതെ, പല അർത്ഥം വരുന്നത്. ആക്ച്വലി ഇത് വാട്ട് കൈൻഡ് ഓഫ് മൂവി, എന്താണ് നമുക്ക് സിമ്പിൾ പറയാൻ പറ്റുക? അതും ഈ പറഞ്ഞ പോലെ ജോണർ റിവീൽ ചെയ്യാറില്ല. എന്തായാലും കുറേ ഫൺ ഡ്രൈവിംഗ് ആയിട്ടുള്ള രസമുള്ള കുറേ മൊമെന്റ്സ് ഉള്ള എന്നാൽ കുറേ ത്രിൽ മൊമെന്റ്സ് ഒക്കെ ഉള്ള ഭയങ്കര രസമുള്ള ഒരു പരിപാടിയായിരിക്കും. എല്ലാം പാക്കേജ് ആയിരിക്കും പടം. പാക്കേജാണ്. എന്തായാലും എക്സൈറ്റഡ്. സോ ഇവിടെ എന്തുകൊണ്ട് ഒഫൻസോ ഹാക്കേഴ്സ് അക്കാദമിയിൽ സംഗീത് വന്നിട്ടുള്ളത്? അവിടെ ആയിരിക്കും പലർക്കും ഡൗട്ട് ഉണ്ടാകുക. സോ റൊമാൻസിൽ ക്യാരക്ടർ റിവീൽ ചെയ്യുന്നതിന് പ്രശ്നമില്ലല്ലോ. ഞാനൊരു ഹാക്കറായിട്ടാണ്. അതെ, ഹാക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരം സോക്കോൾഡ് ഹാക്കർ അല്ല, വളരെ സാധാരണക്കാരനായ ഒരു എന്താ പറയാ, ഒരു ഡെലിവറി ബോയ് ഒക്കെയാണ് ആള്. അപ്പോൾ എല്ലാവർക്കും ഹാക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തന്നെ അതുവരെ ഉണ്ടായിരുന്ന ഒരു ധാരണ ഉണ്ട്, ഇതായിരിക്കും ഹാക്കിംഗ്. ഇപ്പൊ നിങ്ങളൊക്കെ കാണുമ്പോഴാണ് ഇങ്ങനെ സാധാരണ നമ്മുടെ ഡെയിലി കാണുന്നവരിലും ഹാക്കർ ഉണ്ടെന്നുള്ളത്. അതിന്റെ ഏറ്റവും ഒരു കൺസെപ്റ്റ് മറ്റേ ഹുഡിയൊക്കെ ഇട്ട് ഡാർക്ക് റൂമിൽ ഡെഡ് വാക്കർ എന്ന് പേരൊക്കെ ആയിട്ട്. അപ്പോൾ ഈ മൂവിയിൽ കംപ്ലീറ്റ്ലി ഒരു ഹാക്കറായിട്ടാണ്. ആണ്, അതെ അതെ. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻ അതിൽ ചോദിക്കാനും പറ്റില്ല, കംപ്ലീറ്റ് സസ്പെൻസ് ആണ്. കൈൻഡ് ഓഫ് കുറെ എന്താണ് ഉദ്ദേശം, എന്തൊക്കെയാണ് ക്യാരക്ടറുടെ പേര് റിവീൽ ചെയ്യാവുന്നതാണ്. ഹരിഹരസുധൻ എന്നാണ്. അപ്പോൾ അതും ഒരു ഹാക്കർക്ക്, അതുകൊണ്ട് പറഞ്ഞാൽ ആ ഒരു കോൺട്രാസ്റ്റ് ആയിരിക്കും ഇതിലെ രസം. ക്യാരക്ടറിലും ത്രൂ ഔട്ട് ഈ ഹാക്കിംഗ് കോമഡികളും അല്ലെങ്കിൽ അതല്ല സിനിമയിൽ വരുന്നത്. ഇതിലൊരു സീരിയസ് ഹാക്കറായിട്ടാണ് സംഗീത്, ജെന്യുവിൻ ആയിട്ടുള്ള ഹാക്കറാണ്. അല്ലാതെ നമ്മൾ പല സിനിമകളിൽ കണ്ടിട്ടുള്ള പോലെ കോമഡിക്ക് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു ഇതല്ല. പക്ഷെ ആളുടെ റിയൽ ലൈഫിൽ അതൊരു സിനിമേനെ ഡ്രൈവ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന ക്യാരക്ടേഴ്സിൽ ഒരാളായതുകൊണ്ട് തന്നെ മറ്റു പല ഇവരുടെ ഈ ട്രാവലിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്, ഹാക്കിംഗ് അല്ലാത്തത് എത്തിക്കലി അവർ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നതെങ്കിലും പിന്നീട് പല പ്രശ്നങ്ങളുടെയും ഭാഗമായി പോയിട്ടുള്ള റിയൽ ലൈഫ് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. അതിന്റെ എക്സൈറ്റ്മെന്റ് മൂവിയിൽ തന്നെ ഇരിക്കട്ടെ. ഓക്കെ, സോ അതില് എന്തൊക്കെ ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്? സോ അതിൽ എനിക്ക് അറിയാൻ പറ്റിയത് ഫ്ലിപ്പർ 0 ആ ടൂൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് പല ഹാക്കിങ്ങും സംഗീതം ഷൂട്ടിംഗ് മെമ്മറിയാണ്. ഷൂട്ടിങ്ങിൽ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് വരുമ്പോഴും ഞാൻ ആക്ച്വലി
നമ്മൾ കണ്ടിട്ടുള്ള ഹാക്കിങ് ലാപ്ടോപ്പിലിരുന്ന് ഈ പരിപാടിയാണല്ലോ. ഞാൻ എടുത്ത പ്രിപ്പറേഷൻസിൽ പലതും ഈ ഹോളിവുഡ് മൂവീസിൽ നിന്നൊക്കെ എടുത്ത് നോക്കിയിട്ട് എൻ്റെ ടൈപ്പിംഗ് ഉൾപ്പെടെ ആ സ്പീഡും ഞാൻ എഡിറ്റിംഗ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ കീബോർഡ് സ്പീഡ് ഉണ്ട്. അപ്പോൾ അതൊക്കെയായിരുന്നു എൻ്റെ പ്ലാൻ. ഞാനപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കാണ് ഇവർ പറയുന്നത് ഇതൊന്നുമില്ല, ക്ലിക്ക് ലെഫ്റ്റ് റൈറ്റ് നമ്മൾ ജോയ്സ്റ്റിക്ക് മൂവ് ചെയ്യുന്ന പോലെയാണെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. ഇത് പലതരം എന്താ മലപ്പുറം കത്തി മുതൽ എല്ലാം ഉണ്ടല്ലേ, എല്ലാ മെഷീൻസും ഇവിടെ ഉണ്ട്. മെഷീൻ ഗണ്ണ്, മലപ്പുറം കത്തിയുണ്ട്, ഓഡിയൻസ്. ഇത് പലതരം ഹാക്കിംഗ് ഡിവൈസ് ആണ്. ഇതിൽ സംഗതി യൂസ് ചെയ്തത് ഈ ഒരു ഫ്ലിപ്പർ ഇത് നിങ്ങൾക്ക് മൂവിയിൽ കാണാൻ പറ്റും. ഫ്ലിപ്പർ സീറോ ഉണ്ട് പടത്തിലൊരു ഇമ്പോർട്ടൻറ്റ് ഒരു ക്യാരക്ടറിനെ പോലെ തന്നെ ഫ്ലിപ്പർ സീറോ ഉണ്ടാവും. അതെ. അപ്പോൾ നമ്മൾക്ക് ആൾക്കാർക്ക് ഓഡിയൻസിന് എന്താണ് ഫ്ലിപ്പർ സീറോ എന്ന് അറിയിച്ചു കൊടുക്കാം. ഓക്കെ. സോ ഈ ഫ്ലിപ്പർ സീറോ എന്ന് പറയുന്നത് ഇത് ഹാക്കിംഗ് എന്ന് കേൾക്കുമ്പോൾ ആൾക്കാരുടെ മൈൻഡിൽ വരിക ആളെ ഉപദ്രവിക്കുക, ബാങ്ക് കൊള്ളടിക്കുക, ഒരു നെഗറ്റീവ് സംഭവമാണ്, ഒരു പിക്ചറാണ് എല്ലാവർക്കും ഉള്ളത്. അനുഭവങ്ങളും അങ്ങനെ ആയിരിക്കാം. നമ്മൾക്ക് ജനങ്ങൾക്ക് കൊടുക്കുക ഈ എത്തിക്കൽ, ആക്ച്വലി വി ആർ എത്തിക്കൽ ഹാക്കേഴ്സ്. നമ്മൾ ഈ ഒരു സ്കില്ല് യൂസ് ചെയ്യുന്നത് ഇറ്റ്സ് ഫോർ ദ പീപ്പിൾ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കമ്പനിക്ക് ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ട്, ആ ഇഷ്യൂ സോൾവ് ചെയ്യണം. അത് മേ ബി കമ്പനീൻ്റെ ഒരു സെക്യൂരിറ്റി ക്യാമറ ആവാം, വെബ്സൈറ്റ് ആവാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബ്രൊമാൻസിൻ്റെ ബ്രൊമാൻസ് ഒഫീഷ്യൽ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. ഐ തിങ്ക് യെസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് സെക്യൂരിറ്റി വേണം. ആൾക്കാർ ശത്രുക്കൾ ഉണ്ടാവാം, എന്തും നന്നാവുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കുന്നവരുണ്ടാവാം. അപ്പോൾ അത് എങ്ങനെ നമ്മൾക്ക് ഉപദ്രവിക്കാൻ പറ്റും, എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും, ആ മൂവി എങ്ങനെ കൊളാക്കാൻ പറ്റും ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഒബ്വിയസ്ലി ഉണ്ടാവും, രണ്ട് പാർട്ട് ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്യാം. പക്ഷെ ഇത് ഹാക്ക് ആവാതിരിക്കാൻ പിന്നാമ്പുറം ആ ഒരു ടീമുണ്ട്. അതാണ് സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കേഴ്സ്. അപ്പോൾ ഈ ഒരു ടൂള് നമ്മൾ എത്തിക്കൽ ഹാക്കേഴ്സ് യൂസ് ചെയ്യുന്നത് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. ഗുഡ് ഓൾഡ് ഫ്രണ്ട് എന്ന് പറയാം. ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വൈഫൈ ഹാക്ക് ചെയ്ത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം, അതേപോലെ തന്നെ ഫോൺ ഹാക്ക് ചെയ്ത് ടെസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ റേഡിയോ ഫ്രീക്വൻസി എന്താവട്ടെ, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്കാണ്, ഈ മൈക്ക് വയർലെസ്ലി ക്യാമറയിൽ കണക്റ്റഡ് ആണ്. ഇറ്റ് മീൻസ് നമ്മൾ ഈ റേഡിയോ ഫ്രീക്വൻസി കാറ്റത്തൂടെ പറന്ന് പോവുകയാണ്. അത് നമ്മൾക്കിതിൽ ഫെച്ച് ചെയ്തിട്ട് അത് റീഡ് ചെയ്തെടുക്കാം. നമ്മൾ ഈ എൻവയോൺമെൻറ്റിൽ നടക്കുന്ന എന്തും ഇതിൽ നമ്മൾക്ക് വലിച്ചെടുക്കാം, അതേപോലെ തന്നെ തിരിച്ച് പുറത്തേക്കും വിടാം. എല്ലാം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ATM കാർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ATM കാർഡ് നമ്മൾ വൈഫൈ പേയ്മെന്റ് എന്ന് പറയും. വൈഫൈ അല്ല, ആക്ച്വലി നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ആൾക്കാർക്ക് മനസ്സിലായ നമ്മൾ പെട്രോൾ പമ്പിലൊക്കെ വൈഫൈ എന്ന് പറയുന്നത്. അപ്പൊ ഇറ്റ് മീൻസ് എന്തോ ഒരു സിഗ്നൽ ഇതിന്ന് പുറത്തു പോകുന്നുണ്ട്. ഇത് ഞാൻ ഇവിടെ ഫ്ലിപ്പർ സീറോ യൂസ് ചെയ്യാണ്. ഇതിന്റെ മുകളിൽ ഇടുകയാണ്, റീഡ് ആയിട്ടുണ്ട്. ഇപ്പൊ ഈ കാർഡ് ഇതിൽ വന്നു. ഇനി ഈ കാർഡ് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് എമുലേറ്റ് ചെയ്യാം. ഇത് ഈ കാർഡ് ഇനി വേണ്ട, ഇനി ഫ്ലിപ്പർ സീറോ ആണ്, നമുക്ക് പേയ്മെന്റ് ചെയ്യാം. പക്ഷെ ഇപ്പോൾ പേയ്മെന്റ് ചെയ്യാൻ പറ്റില്ല. അതിൽ പുതിയ സെക്യൂരിറ്റി മെഷർമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അത് ചെയ്യാൻ കാരണം, ഈ സെക്യൂരിറ്റി കൂടാൻ കാരണം അത് ഇങ്ങനത്തെ ഡിവൈസ് ഉള്ളതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, സെക്യൂരിറ്റി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഇന്ന് ഇഷ്യൂ ഉണ്ട് ഇതിന്. നമ്മൾ മീൻസ് എത്തിക്കൽ ഹാക്കേഴ്സ്, സൈബർ സെക്യൂരിറ്റി റിസർച്ചേഴ്സ് പലതും റിസർച്ച് ചെയ്യും. എന്നിട്ട് ഇന്ന് ഇഷ്യൂ ഇന്ന ഡിവൈസിനുണ്ട്, നമുക്ക് ഫിക്സ് ചെയ്യാൻ ഇന്ന സംഭവങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അതിനെ സജഷൻസ്. ഒരു ഫുട്ബോൾ മാച്ചിലെ ഡിഫൻഡർ ഒക്കെ പോലെ ഡിഫെൻഡ് ചെയ്യാണ്. അപ്പൊ ഇങ്ങനെ ഇത് ഒരു അറ്റാക്ക് മാത്രമാണ് പറഞ്ഞത്. ഇതിൽ നമ്മൾക്ക് പല രീതിയിൽ പല അറ്റാക്ക് നമുക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ചോദിക്കാനുള്ളതാണ്, എന്തെങ്കിലും ഇതുപോലത്തെ അനുഭവം ഉണ്ടോ? അതായത് ഹാക്ക് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഹാക്കിംഗ് റിലേറ്റഡ് എന്തെങ്കിലും എക്സ്പീരിയൻസ്? പണ്ട് തുടങ്ങിയ നമ്മൾ കേൾക്കുന്നതാണ് ഇൻസ്റ്റാഗ്രാം ഹാക്കിംഗ്, അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒരു സമയമൊക്കെ കഴിഞ്ഞ സമയത്ത് പേടിച്ചിട്ടുണ്ടോ? ഇതിനിപ്പോൾ എപ്പോഴാണാവോ കുറേ പേര് വന്നിട്ട് നമ്മൾക്ക് വേണ്ടപ്പെട്ടവരൊക്കെ തന്നെ വന്ന് ഹാക്ക്ഡ് ആവുക, പിന്നെ അല്ലെങ്കിൽ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാവുക, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ സ്ഥിരം കാണുന്നത്. അപ്പോൾ ആക്ച്വലി ഈ അടുത്ത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവം നടന്നു. ഞാൻ സ്ഥിരമായിട്ട് ഓൺലൈനിലാണ് കൂടുതലും സാധനങ്ങൾ ബൈ ചെയ്യുക. അപ്പോൾ ഫ്ലിപ്കാർട്ട്, ആമസോണൊക്കെ പോലത്തെ എല്ലാ വെബ്സൈറ്റ്സിൽ നിന്നും ആണ്. അപ്പോൾ എൻ്റെ വളരെ അടുത്ത ഭയങ്കര സെൻസിബിളായ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട്, സെൻസിബിൾ അണ്ടർലൈൻ ചെയ്തോളൂ, പിന്നീട് അങ്ങോട്ട് ആവശ്യം വരും, അതുകൊണ്ടാണ്. അപ്പോൾ സെൻസിബിൾ ആയ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഒരു സാധനം ഇതുപോലെ ഞാൻ സ്ഥിരം ഓർഡർ ചെയ്യുന്ന ആളായതുകൊണ്ട് എളുപ്പത്തിൽ ഞാൻ ഓർഡർ ചെയ്തു ഒരു സാധനം. പക്ഷെ എന്താ പറയുക, ആക്സിഡൻ്റലി എൻ്റെ അഡ്രസ്സിലോട്ടായിപ്പോയി. അപ്പോൾ ഇത് അഡ്രസ്സ് മാറ്റണം. അഡ്രസ്സ് മാറ്റാൻ വേണ്ടി ഞാൻ ഓപ്ഷൻസിൽ നോക്കിയിട്ട് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. ഞാൻ ഇതിൽ വിളിക്കുന്നു, അവരുടെ കസ്റ്റമർ കെയറിൽ വിളിക്കുന്നു,
ഇതിങ്ങനെ ഈ ഒരു ട്രാക്ക് ഇവിടെ നടക്കുന്നുണ്ട്, അവിടുത്തെ പ്രശ്നങ്ങൾ അവരായിട്ടുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഷൂട്ട് തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ എനിക്ക് ഈ കസ്റ്റമർ കെയറിൽ നമ്മൾ സ്ഥിരം കറക്റ്റ് അപ്ഡേറ്റ് ചെയ്ത് വിളിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ വൈഫിന് ഈ യജ്ഞം അങ്ങോട്ട് കൈമാറി എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഒന്നുമില്ല, അവർ വിളിക്കുമ്പോൾ ഒന്ന് പറയുക, സംസാരിക്കുക. അപ്പോൾ അവൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. സെയിം ടൈം ഷൂട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ഫോണിലൊരു മെസ്സേജ് വരികയാണ്. അതും ഇതുപോലൊരു ഡെലിവറിയുടെ ആണ്. ഇന്ത്യൻ പോസ്റ്റിൻ്റെ എന്തോ ഭാഗമായിട്ടാണ്. കോമൺ സ്കാമാണെന്ന് ഞാൻ അറിഞ്ഞില്ല വരുമ്പോൾ. അപ്പോൾ ആക്ച്വലി പോസ്റ്റ് ഓഫീസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇന്ത്യൻ പോസ്റ്റും എല്ലാം ഭയങ്കര ജെന്യൂൻ ആണല്ലോ. അപ്പം തന്നെ ഞാൻ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഈ ലിങ്ക് എടുത്ത് ഞാൻ എൻ്റെ വൈഫിന് അയച്ചു കൊടുത്തു. അപ്പൊ എനിക്ക് ഞാൻ ആക്ച്വലി ഇത് ക്ലിക്ക് ചെയ്ത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മിക്കതും ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവാറുണ്ട് ഇത് പണിയാണ്. അവരുടെ അടുത്ത റിക്വയർമെന്റ് കാണുമ്പോൾ മനസ്സിലാവാറുണ്ട്. വൈഫ് അപ്പോൾ ഇത് കറക്റ്റായിട്ട് അവളെയും പറഞ്ഞിട്ട് കാര്യമില്ല, മറ്റേ ഡെലിവറി ആയിട്ട് ഇതിനെ കണക്ട് ചെയ്തു. ഒരു ഫ്രണ്ടിൻ്റെ വരാനുള്ളത്, ഫ്രണ്ടും വൈഫും കൂടി ഇതുപോലെ ഫോണിൽ വിളിച്ചിട്ട് വൈഫ് ആ ബുദ്ധിമാനായ ആൾക്ക് അയച്ചു കൊടുത്തു. ഇയാളാണെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര ആക്റ്റീവ്, എല്ലാ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അറിയാം. ഈവൻ ഏതെങ്കിലുമൊക്കെ ആളുകൾ മരിക്കുന്നതിന് മുമ്പ് പോലും ഇയാൾ പറയും മറ്റാൾ 2 ദിവസത്തിനുള്ളിൽ മരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ, അത്ര അപ്ഡേറ്റഡാ അവരുടെ എല്ലാ ഹിസ്റ്ററി. അങ്ങനത്തെ ഒരാളാണ് ഇയാൾ. എന്തോ തിരക്കിനിടയിലായിരുന്നു, പുള്ളി ഇതിൽ ക്ലിക്ക് ചെയ്തു. ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞു. ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു. അത് എൻ്റെയും അല്ല, ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്തേക്കുന്നത് ഈ പറഞ്ഞ ഓരോ ഓഫേഴ്സ് ആണല്ലോ. ഇപ്പോൾ HDFCക്ക് ഒരു ഓഫർ, അങ്ങനെ ഓരോ ബാങ്കിനും ഓരോ ഓഫർ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആയിരുന്നു കാർഡ്, അത് കൊടുത്തു. ആ കാർഡ് അതിൻ്റെ പിന്ന് എല്ലാം കൊടുത്തു. ഞാൻ പക്ഷേ ഒരു 2 days ഒക്കെ കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞു അവിടെ പിന്നടക്കം കൊടുത്തു. ഫോൺ നമ്പർ എല്ലാം കൊടുത്തു, ഒന്നും കൊടുക്കാൻ ബാക്കിയില്ല. ഞാനിതെല്ലാം കഴിഞ്ഞ ദിവസം കാറിൽ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും ഇവളിങ്ങനെ കാഷ്വലി പിന്നൊക്കെ എന്തിനാ ഇവർ ചോദിക്കുന്നത്. അപ്പം എനിക്ക് പിന്നെ ചോദിച്ചേക്ക് സ്കാം ആയിരിക്കും ഉള്ളത്. അപ്പോൾ ഇവള് പറഞ്ഞു സ്കാമൊന്നുമല്ല. ഇവള് സ്റ്റക്കായി. പെട്ടെന്ന് ഞങ്ങളെടുത്ത് ആ ഫ്രണ്ടിന് വിളിച്ചു, ഈ കാർഡുള്ള. അപ്പം ഞാനെടുത്ത് നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സ്കാം ആണെന്നുള്ളത് മനസ്സിലായി. ആ ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ എല്ലാം കൊണ്ടും ഭാഗ്യം. അവൻ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല, ക്രെഡിറ്റ് കാർഡിലൊന്നും 1 രൂപ പോലും ഇല്ല, അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നിട്ട് അപ്പം തന്നെ ബ്ലോക്ക് ചെയ്യിപ്പിച്ചു. കാർഡ് വിളിച്ചപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു. അതാണ് നമ്മളുടെ ഒരു സേഫ്റ്റി മെഷർ എന്ന് പറഞ്ഞാൽ. ഒരു കാർഡ് ലീക്ക് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാർഡ് മീൻസ് ഫ്രണ്ടിലുള്ള ഈ 16 ഡിജിറ്റും ബാക്കിലുള്ള CVV 3 ഡിജിറ്റും ഈ എക്സ്പയറി ഡേറ്റും ഉണ്ടെങ്കിൽ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ വിത്തൗട്ട് OTP ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പം ബെസ്റ്റ് മെത്തേഡ് അത് ബ്ലോക്ക് ചെയ്യാണ്. അത് ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് എസ്കേപ്പ് ആയി. ഓക്കെ, സംഗീത ഇവിടെ കയറി വന്നപ്പോൾ ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ടാവും, അതായത് ബ്രൊമാൻസിന്റെ ഫ്രീ ടിക്കറ്റ്സ് എന്നുള്ളൊരു സംഭവം. അത് ഒരു പണി തരുന്ന പോലെ ഇല്ല, അതായത് നമ്മൾക്ക് അഗൈൻസ്റ്റ് ഉള്ള ഒരു സംഭവം അല്ലേ ഫ്രീ ആയിട്ട് ടിക്കറ്റ്സ്. ഓക്കെ, അതിന്റെ ഒരു മിനി കോപ്പിയാണ്, ഒരു A3 സൈസിന് എടുത്തതാണ്. ഈ ഒരു സംഭവം ഞാൻ മാളിൽ കൊണ്ടുപോയി ഒട്ടിക്കുകയാണ്. ബ്രൊമാൻസിന്റെ ടിക്കറ്റ് ഫ്രീ ആയിട്ട് ഞാൻ സപ്ലൈ ചെയ്യാണ്. എല്ലാ മാളിലും വെക്കുകയാണെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്യും, സ്കാൻ ചെയ്യും. സംഗീതം ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ പനിയാണെന്ന് അറിയാം, എന്നാലും ടെസ്റ്റ് അടിച്ച് നോക്കാം. അതിൽ ലിങ്ക് കിട്ടിയോ? ഞാൻ ആക്ച്വലി ഇവിടെ മറ്റേ മെൻ്റലിസ്റ്റുകളുടെ ഒക്കെ മുമ്പിലിരിക്കുന്ന പോലെ ഇരിക്കുന്നു. എന്ത് പണിയും ലിങ്കിൽ ഓപ്പൺ ചെയ്താൽ മതി അല്ലേ? സോ ഒന്ന് സ്ക്രീനിൽ കാണിക്കുകയാണെങ്കിൽ ബ്രൊമാൻസിൻ്റെ ഒരു ഫ്രീ ടിക്കറ്റ് എന്ന് പറയുന്ന ഒരു പേജിലോട്ടാണ് പോയേക്കുന്നത്. നമ്മുടെ ഫുൾ നെയിം, ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും. ഇപ്പം ഇതിൽ ചോദിക്കുന്നത് ഫുൾ നെയിം ഉണ്ട്, കൊടുക്കല്ലേ? കൊടുക്കണോ? കൊടുക്കേണ്ട ആവശ്യമില്ല, ലിങ്ക് ക്ലിക്ക് ചെയ്തില്ല എല്ലാം. ഇതിൽ സംഗീതത്തിന്റെ ഫോട്ടോ വന്നു, അതായത് ഫ്രണ്ട് ക്യാമറയാണത്. ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുക, ഓരോ സെക്കൻഡും വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഡിസ്പ്ലേ. നല്ല ഫോട്ടോ കൊടുക്കുക. അപ്പോൾ ഇത് ഫോട്ടോ മാത്രമല്ല, ലൈവ് ലൊക്കേഷൻ വരുന്നുണ്ട്. ഇതുപോലെ പല രീതിയിലാണ് ആൾക്കാർ പറ്റിക്കപ്പെടുന്നത്. സോ ഇപ്പോൾ സംഭവിച്ചത്, ബ്രൊമാൻസിൻ്റെ പോസ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്തു, ഫേക്ക് ആയിട്ടുള്ള ഒരു QR കോഡ് കയറ്റി, എന്നിട്ട് എന്ത് ചെയ്തു, ആൾക്കാരെ കൊണ്ട് ഫ്രീ ടിക്കറ്റ് എന്നൊരു ഫ്രീ ആയിട്ട് എന്ത് ഇൻ്റർനെറ്റിൽ കിട്ടുമ്പോഴും ആൾക്കാർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അത് QR കോഡ് സ്കാൻ ചെയ്യും, അവരുടെ ഫോട്ടോസും വീഡിയോസും എന്തും ലീക്ക് ആകും. അതെന്തോ ആകാം, അവരുടെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല. ഇപ്പം ഞാൻ സാമ്പിളിന് വേണ്ടി മാത്രമാണ് ഫോട്ടോ കൊണ്ടുവന്നത്. അത് മേ ബി അവരുടെ പാസ്വേഡ് ചോദിക്കാം, ടിക്കറ്റ്സ് ആണ്, പേയ്മെൻറ്റിന് വേണമെങ്കിൽ കാർഡ് ഡീറ്റെയിൽസ് ചോദിക്കാം, 1 രൂപ മാത്രം വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ റിസ്ക് ഫാക്ടർ എവിടെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൂവി ഇറങ്ങിക്കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടമില്ലാത്ത സംഭവമാണ്
അതായത് നിങ്ങളുടെ സൈഡിൽ ഇഷ്ടമുള്ള സംഭവമാണ് ടെലിഗ്രാമിൽ ലിങ്ക് വരിക, പൈറേറ്റഡ് കോപ്പി. നമ്മളെല്ലാവരും സിനിമ ഉണ്ടാക്കുന്നത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ, പ്രത്യേകിച്ച് ഇതിലിറങ്ങുന്ന പ്രിന്റുകളുടെ ക്വാളിറ്റി. ഇങ്ങനെ വരുന്ന പൈറേറ്റഡ് കോപ്പീസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എക്സ്പീരിയൻസിനെ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തിയേറ്ററിൽ കഷ്ടപ്പാട് പോലും ഇപ്പോൾ ആളുകൾ ചില സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ കഷ്ടപ്പാട് ഞങ്ങൾക്ക് അറിയണ്ട എന്ന് പറയുന്ന ഉത്തരം കേട്ടിട്ടുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുന്ന സംഭവം ഈ പറഞ്ഞ പോലെ ഒന്നാമത്തെ കാര്യം ഇപ്പം തന്നെ മനസ്സിലാക്കുക, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുടെ റിസ്ക്. ചിലപ്പോൾ നിങ്ങളൊരു 100 രൂപ ടിക്കറ്റിന് പകരം ഒരു 20 സിനിമ അല്ലെങ്കിൽ ഒരു 1000 സിനിമ ഡൗൺലോഡ് ചെയ്തിട്ട് ചിലപ്പോൾ ഇതുപോലെ ഒരു ലിങ്കിൽ നിന്നായിരിക്കും നിങ്ങളുടെ വലിയ സമ്പാദ്യങ്ങൾ പോകുന്നത്. അപ്പൊ അത് ഫിലിം ഇൻഡസ്ട്രിക്ക് വലിയ ഒരു പ്രശ്നം തന്നെയാണ് പൈറേറ്റ് കോപ്പീസ് വരുന്നതെന്ന് പറയും. കാലത്ത് ടൊറന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ടൊറന്റ് കുറഞ്ഞു, ഇപ്പൊ ടെലിഗ്രാമിലേക്ക് കൂടി മാറിയിട്ടുണ്ട്. സോ ആക്ച്വലി എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ നിങ്ങൾ മൂവി കാണാമെങ്കിൽ അത് ഇല്ലീഗൽ തന്നെയാണ്. ഇല്ലീഗലാണ്, റൈറ്റ് കംപ്ലീറ്റ്ലി ഇല്ലീഗലാണ്. അത് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണ്. അത് മോഷണം പോലെ തന്നെയാണ്. നമ്മളൊരു കടയിൽ ചെന്നിട്ട് അവർക്ക് പൈസ കൊടുക്കാതെ അവരുടെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോരുന്ന പോലെ തന്നെയാണ് ഇത് സംഭവിക്കുക. ഇതുപോലെ ഇപ്പോൾ QR കോഡ് വന്നതുപോലെ ടെലിഗ്രാമിൽ നിങ്ങൾക്ക് ലിങ്ക് വരാം, ഫ്രീ ബ്രൊമാൻസിൻ്റെ മൂവി ഡൗൺലോഡ് ഹിയർ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് വരാം. നേരത്തെ പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു ലിങ്ക് വന്നതുപോലെ ഇപ്പോൾ പോസ്റ്റലിൽ ഒരു QR കോഡ് വന്നു. ഇതുപോലെ നിങ്ങൾക്ക് ലിങ്ക് വന്നിട്ട് ടെലിഗ്രാമാണ് ജെന്യൂൻ ആണെന്ന് എനിക്ക് തോന്നും. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ ഫോണും ഇതുപോലെ റിസ്ക് ഫാക്ടേഴ്സിൽ വരാം. അപ്പോൾ തിയേറ്റർ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ മറന്നുപോയി. നമ്മളെ റിലീസ് ഡേറ്റ് February 14 വരുന്നത്. അപ്പോൾ അറിയാൻ പറ്റും ഈ ഹരിഹരസുധൻ എന്താണ് ഹാക്ക് ചെയ്യുന്നത്, എങ്ങോട്ടേക്കാണ് ഇവർ ട്രാവൽ ചെയ്യുന്നത്, ആ ട്രാവലിൽ ഫ്ലിപ്പർ സീറോ എങ്ങനെ ഹെൽപ്ഫുൾ ആവും, അല്ലെങ്കിൽ ഈ എത്തിക്കൽ ഹാക്കിങ് തന്നെയാണ് ഇതിലകത്ത് ക്യാരക്ടർ പറയുന്നുണ്ട്. ഞാനൊരു എത്തിക്കൽ ഹാക്കർ ആണെന്ന് പറഞ്ഞു തന്നെയാണ്. എത്തിക്കലി തന്നെയാണ് ഒരു വളരെ ഉപദ്രവിക്കാനും അല്ല, ഒരാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ നമ്മളും മീൻ ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി ടൂൾസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ആൾക്കാർ ഉപദ്രവിക്കാനല്ല. ഇപ്പോൾ ഈ ഫ്ലിപ്പർ സീറോയിൽ മറ്റൊരു സംഭവമാണ്. ഞാൻ മറ്റൊരു അറ്റാക്ക് കാണിച്ചു തരാം. അതായത് ആൾക്കാർ ഈ റെയിൽവേ സ്റ്റേഷനിലെ വൈഫൈയും പബ്ലിക് വൈഫൈയും യൂസ് ചെയ്തിട്ട് മൂവീസ് ഡൗൺലോഡ് ചെയ്യാറുണ്ട്. അതേപോലെ ടൊറൻറ്റും പൈറേറ്റഡും ഇല്ലീഗലായിട്ട് ഇപ്പോൾ ടെലിഗ്രാമിൽ ഇറങ്ങിയ മൂവിയിൽ ഡൗൺലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പബ്ലിക് വൈഫൈയിൽ കണക്ട് ചെയ്യുന്ന ഒരു റിസ്ക് ഫാക്ടറാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. സോ ഈ ഒരു ഫ്ലിപ്പർ സീറോയിൽ ഞാൻ ഒരു വൈഫൈ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ ഫ്രീ വൈഫൈ എന്നാണ് പേരുള്ളത്. ഫ്രീ വൈഫൈ നമ്മൾ കണക്ട് ചെയ്യാണ്. അതെന്തും പേരിടാം. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ വൈഫൈ ഇടുന്നു. ഇപ്പോൾ വന്നത് എന്താണ്? മെയിൽ ഐ ഡി സൈൻ ഇൻ പേജാ വരാറുണ്ട്. ഇത് സൈൻ ഇൻ ആവാം, ഫോൺ നമ്പർ ആവാം. ഇവിടെ ഞാൻ sangeeth@gmail.com എന്ന് കൊടുക്കുന്നു. റിയൽ ഡാറ്റ കൊടുക്കുന്നില്ല. ഓക്കെ, പാസ്വേഡ് ഞാൻ ഡമ്മി ആയിട്ടൊരു പാസ്വേഡ് കൊടുക്കുന്നു. ഞാൻ നെക്സ്റ്റ് അടിച്ചു. ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് ഇതൊന്ന് വായിച്ചു. മെയിൽ ഐ ഡിയും പാസ്വേഡും അവിടെ വന്നു. അപ്പോൾ ഇതുപോലത്തെ അറ്റാക്കും നമ്മൾക്ക് മാളുകളിലും എല്ലായിടത്തും എക്സ്പെക്ട് ചെയ്യാം. ഇതേപോലെ റെയിൽവേ സ്റ്റേഷനിൽ ഈ ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ നമ്മൾക്കിത് ഈ ഒരു ഡിവൈസ് എന്നല്ല, നമ്മൾക്ക് ഇതുപോലെ ഒരു ഹോട്ട്സ്പോട്ട് ക്രിയേറ്റ് ചെയ്യാൻ വലിയ നോളജ് വേണമെന്നില്ല. നമുക്ക് PC-യിൽ ഇത് സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ആക്ച്വലി ലോജിക്കലി ഇത്രേ ഉള്ളൂ. നിങ്ങളൊന്നും നേരത്തെ ഇപ്പോൾ നമ്മൾ സിനിമയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ആ നന്മ കൊണ്ടിട്ടൊന്നും നിങ്ങളിത് ചെയ്യാതിരിക്കണമെന്നില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് ഫോർ യുവർ സെക്യൂരിറ്റി, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടെങ്കിലും ഇത് ചെയ്യാതിരിക്കുക. കാരണം ഇതുപോലെ പല ഡാറ്റാസ് ഓൾറെഡി പോയി കഴിഞ്ഞിട്ടുണ്ടാവും. ഇതിപ്പോൾ ബ്ലൂടൂത്ത് ജാമറാണ്. അതേപോലെ തന്നെ പോണോകാശി എന്ന് പറയുന്ന ഒരു ടൂളാണിത്. ഇത് യൂസ് ചെയ്യുന്നത് വൈഫൈ ജാം ചെയ്യാനും, അതായത് ഡീഓതന്റിക്കേറ്റ് ചെയ്യാന്ന് പറയും. അത് വേറെ ഒന്നല്ല, വൈഫൈ ക്യാമറ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അവിടുത്തെ വൈഫൈ സിഗ്നൽ കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാമറ ഓഫ് ആവും. ക്യാമറ ഓഫ് ആവുന്ന മീൻസ് ആ സിഗ്നൽ കട്ടാവും. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്ത് തിരിച്ചു വരുമ്പോൾ ആ ഫൂട്ടേജ് അവിടെ നിന്ന് ലൈവായിട്ട് കിട്ടില്ല. അത് പഴയ വൈഫൈ 2.4 GHz വൈഫൈക്കാണ് ഈ ഒരു ഇഷ്യൂ ഉള്ളത്. അപ്പം ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചു അതിനുള്ള ഫിക്സ് എന്താണ്, പുതിയ വൈഫൈ യൂസ് ചെയ്യുക, അപ്ഡേറ്റഡ് ആയിരിക്കുക. എന്തും അപ്ഡേറ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ. അതുപോലെ പല ജാമേഴ്സ് ഉണ്ട്. സോ ഇത് നമ്മളുടെ പല ഓഫീസിൽ പോകുമ്പോൾ ആക്സസ് കാർഡ് യൂസ് ചെയ്യാറുണ്ട്. അതായത് നമ്മളുടെ ആക്സസ് കാർഡ് ആണെങ്കിൽ ഗ്രീൻ ഡോർ ഓപ്പൺ ആവും. അതേപോലെ തന്നെ ഫേക്ക് ആണെങ്കിൽ ആ ഡോർ ഓപ്പൺ ആവില്ല. അപ്പോൾ ഇതാണ് ഒറിജിനൽ കാർഡ്. നമ്മൾ ഈ ഫ്ലിപ്പർ സീറോ എടുക്കുന്നു. ഈ ഫ്ലിപ്പർ സീറോയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്ലോൺ ചെയ്യുന്നു. ഈ കാർഡ് ഇപ്പോൾ ഇതിലേക്ക് കയറി ഒറിജിനലായി. ഓക്കെ, ഈ കാർഡ് ഓപ്പണായി.
അപ്പോൾ നമ്മൾക്ക് വൈകി വരുന്ന ഇതിലേക്ക് നിങ്ങളുടെ ATM കാർഡ് സ്റ്റോർ ചെയ്യാം, ആക്സസ് കാർഡ് സ്റ്റോർ ചെയ്യാം. ഒരു ഫോർ എക്സാമ്പിൾ ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷനിൽ പല സ്ഥലത്തും പെർമിഷൻ ഇല്ലാത്ത സ്ഥലത്ത് ഇതുപോലത്തെ കാർഡ് യൂസ് ചെയ്ത് കയറാൻ പറ്റും. റൈറ്റ്. അപ്പോൾ ഈ കാർഡ് ക്ലോൺ ചെയ്തിട്ട് ഇതിലേക്ക് എടുക്കാം. സോ ഇത് ടെസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്തു. ഇതിൻ്റെ അഡ്വാൻസ്ഡ് സെക്യൂരിറ്റി ആണ് ഇപ്പോൾ ATM കാർഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ എത്തിക്കലി ഇതൊരു കറാട്ടെ പോലെയാണ്. അതായത് നമ്മൾക്ക് സെൽഫ് ഡിഫെൻഡ് ചെയ്യാനും യൂസ് ചെയ്യാം, ആൾക്കാരെ ഉപദ്രവിക്കാനും യൂസ് ചെയ്യാം. നമ്മളെ സ്കില്ല് എങ്ങനെ യൂസ് ചെയ്യുന്നു അതുപോലെയാണ്. അപ്പോൾ ഈ മൂവിയിലും സെയിം എത്തിക്കലിയാണ് നമ്മൾ കൂടുതലും ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ചെയ്തത് നമ്മൾക്ക് എന്തായാലും എത്തിക്കലി മാത്രമല്ല കുറച്ച് കുരുത്തക്കേടുകളൊക്കെ ഉണ്ട്. എന്നാലും മൂവിയാണ് അതിന്റെ ഫണ്ടിന് വേണ്ടിയിട്ടുള്ള, പക്ഷെ ആരെയും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് പറയാം. ഓക്കെ, അപ്പോൾ വേറെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാറുണ്ടല്ലോ മൂവിയിൽ? ഹാക്കറായിട്ട് ഞാൻ ആക്ച്വലി ഈ പറഞ്ഞ പോലെ അതാണ്, ഞാൻ പ്രാക്ടീസ് ചെയ്ത് വന്നതൊക്കെ എല്ലാം റോങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളായിരുന്നു. നമ്മൾ കണ്ടിട്ടുള്ള ഹാക്കേഴ്സിൻ്റെ ആ ഒരു ഇമാജിനേഷനിലായിരുന്നു. പക്ഷെ എനിക്ക് ബിഫോർ ഇതിൽ തന്നെ കുറേ എന്താ പറയുക ഇൻഫോർമേഷൻസ് അരുൺ ചേട്ടനാണ് ഡയറക്ടർ. അരുൺ ചേട്ടൻ പറഞ്ഞിരുന്നു ഇതിങ്ങനെ ഹാക്കർ എന്ന് അതായത് ആദ്യം ഹാക്കർ എന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ അയ്യോ ഇങ്ങനെ എങ്കിലും പറയാം, ഇത് ആ ഹാക്കർ അല്ല, ഇവന്റെ പരിപാടി ഇതൊക്കെയാണ്, ഇവന്റെ പേര് ഹരിഹരസുധൻ എന്നാണ്. ബാഡ് ക്യാരക്ടർ ആവുന്നൊരു പേടി ഉണ്ടായിരുന്നു. ബാഡ് ക്യാരക്ടർ എന്നുള്ളതല്ല, ഇതിനും വേണ്ടും ഞാൻ താങ്ങൂ ഒരു ഹാക്കറിനൊക്കെ എന്നുള്ള പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവനൊരു ഫുഡ് ഡെലിവറി ചെയ്യുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഓക്കെ എനിക്ക് മനസ്സിലായി എന്തായിരിക്കും പരിപാടി എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ടെക്നിക്കലി ഉള്ളതും പോലും ഞാൻ പറഞ്ഞില്ല, ഞാൻ വിചാരിച്ചിരുന്നു ഇതിൻ്റെ സ്പീഡും കീബോർഡ് സ്പീഡും ഒക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇതിൻ്റെ ടോട്ടൽ ഇതിൻ്റെ യൂസിങ്ങും പരിപാടി എല്ലാം വേറെ ആയിരുന്നല്ലോ. ശരിക്കും എക്സ്പീരിയൻസ് കീബോർഡിൻ്റെയും കാര്യത്തിൻ്റെ അല്ല. ഇപ്പം ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ സംഗീതം എവിടെയെങ്കിലും സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടോ? ഫേവറേറ്റ് പെറ്റ്? റൈറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സംഗീതൻ വൈഫിൻ്റെ ഒരു ഫേവറേറ്റ് നമ്പർ ഐ തിങ്ക് 11 അങ്ങനെ എന്തെങ്കിലും ഒരു നമ്പർ ഉണ്ടോ? എൻഗേജ്മെന്റ് ഡേറ്റ് ഐ തിങ്ക് ഇറ്റ്സ് 11. അത് കോൺഫിഡൻഷ്യലാണോ? വീഡിയോയിൽ പറയുന്ന പ്രശ്നമുണ്ടോ? അപ്പോൾ 11 ആണ്, 11 AM ആണ് നടന്നിട്ടുള്ളത് അല്ലേ? ഈ ഒരു ഡാറ്റ എങ്ങനെ എനിക്ക് കിട്ടി? ഈ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് പല സ്ഥലത്തും പോട്ടെ, ഇവിടെ അധികം നേരം നിൽക്കുന്നത് അത് ഈ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുക്കുമ്പോൾ ഒരു റിസ്ക് ഫാക്ടർ അതിൽ വരുന്നുണ്ട്. നമ്മൾ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസിലെ ഉത്തരങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടും. ഹൈലൈറ്റ്സിലുണ്ടാവാം, സ്റ്റോറീസിലുണ്ടാവാം, മേ ബി ബയോയുടെ ഐ തിങ്ക് എനിക്ക് സംഗീതത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തോ കാര്യങ്ങളെല്ലാം അറിയാം, ബട്ട് ഞാൻ ഷെയർ ചെയ്യുന്നില്ല. വൈഫിൻ്റെയും അറിയാം. ഇത് വെച്ചിട്ട് എനിക്ക് ബാങ്കിൽ വിളിച്ചിട്ട് സംഗീതമാണ് വിളിക്കുന്നത്, അപ്പോൾ ബാങ്ക് പറയും വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ബർത്ത് ഡേറ്റ് വേണം, വൈഫിൻ്റെ പേര് ചോദിക്കാം, ഫാമിലി വിവരിക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് ട്രാൻസാക്ഷൻ എന്തെങ്കിലും ചോദിക്കാം. ലാസ്റ്റ് ട്രാൻസാക്ഷൻ എനിക്ക് വേണമെങ്കിൽ സംഗീതത്തിൻ്റെ അക്കൗണ്ടിൽ ഒരു 100 രൂപ ഇട്ട് തരാം. അതാണ് ലാസ്റ്റ് ട്രാൻസാക്ഷൻ. ഓക്കെ, ഞാൻ ഇംപേഴ്സണേറ്റ് ചെയ്യുന്നു. എനിക്ക് വേണമെങ്കിൽ പുതിയ അറ്റാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെ ബർത്ത് ഡേറ്റ് ആവട്ടെ, ഇങ്ങനെയുള്ള സംഭവങ്ങളാകട്ടെ, സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇതെങ്ങനെ എനിക്ക് കിട്ടിയെന്ന് ചോദിച്ചാൽ നമ്മളുടെ R&D ടീമാണ് എനിക്കിത് ഗ്യാദർ ചെയ്ത് തന്നത്. അവന്മാരെ ഇവിടെ തന്നെ ഉണ്ട്. നമ്മളെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ടീമുണ്ട്. ഒഫൻസോ ഹാക്കേഴ്സ് അക്കാദമിയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് 24/7 വർക്ക് ചെയ്യുന്ന ടീമാണ്. അവർ ഇതുപോലെ പലതും റിസർച്ച് ചെയ്ത് പുതിയ അറ്റാക്ക്, കാരണം പോലീസുകാർ അപ്ഗ്രേഡ് ആകുന്നത് പോലെ തന്നെ കള്ളന്മാർ അപ്ഗ്രേഡ് ആവും. അതായത് അറ്റാക്കേഴ്സും വളരെയാണ്, ഡിഫൻഡേഴ്സും വളരെയാണ്. ഡേ ടു ഡേ പുതിയ സോഫ്റ്റ്വെയർ വരികയാണ്, അതിലുള്ള അറ്റാക്കും വരികയാണ്. ഇപ്പോൾ ബ്രൊമാൻസിൻ്റെ മൂവി ഇറങ്ങി, നാളെ പുതിയൊരു രീതിയിൽ അത് ടെലിഗ്രാമിലൂടെ കോപ്പി ഇറങ്ങുകയാണെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ട്. അതെങ്ങനെ ഡിലീറ്റ് ചെയ്യിപ്പിക്കാം, എങ്ങനെ പൈറേറ്റഡ് കോപ്പി ഡിലീറ്റ് ചെയ്യിപ്പിക്കാം എന്ന മെത്തേഡ് ഉണ്ട്. അത് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തത് അത് എങ്ങനെ നമുക്ക് ബൈപ്പാസ് ചെയ്യാൻ പറ്റും എന്നുള്ള പുതിയ ഹാക്കേഴ്സ് വരും. അത് ഇത് റേസാ, ഇങ്ങനെ മുന്നോട്ട് പോകാം. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു പേപ്പറിൽ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്, പക്ഷെ എല്ലാം പേഴ്സണൽ ആയതുകൊണ്ട് എനിക്ക് വീഡിയോയിലെ ഷെയർ ചെയ്യാൻ പറ്റില്ല. ഐ തിങ്ക് ഈ ഒരു മൂവി 4 മാസം സമയം എടുത്തിട്ടുണ്ട് ഷൂട്ടിങ്ങിന്. 22 ഒക്ടോബർ 24 എന്താണ് അതിലുള്ളത്? നമ്മളെ ടീമിൻ്റെ എഴുത്ത് ശരിയില്ല, ഡോക്ടർ എഴുതിയ പോലെ എഴുതിയത്. ഫസ്റ്റ് സീന് 10A ടേക്ക് 1 പോയത് 25/7 നൈറ്റിലാണ് പോയത് ഫസ്റ്റ് ടേക്ക്. ഈ ഒരു ഡാറ്റ കറക്റ്റ് ആണോ? ഇതൊരു മെന്റലിസം പോലെ എനിക്ക് തോന്നുന്നു. പൂജന്റെ ഡേറ്റ്, അതേപോലെ തന്നെ കുറെ കോൺഫിഡൻഷ്യൽ സംഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ എല്ലാം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വായിക്കാൻ പറ്റില്ല, എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. പക്ഷേ വീഡിയോയിൽ ഇത് പോയി കഴിഞ്ഞാൽ ഈ ഡാറ്റ യൂസ് ചെയ്തിട്ട് സംഗീതമാണ് ചെയ്യാം. ഇതൊക്കെ അവരെ ഇൻ്റർനെറ്റിൽ
വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ്. ഇത് ഗ്യാദർ ചെയ്തിട്ടാണ് ഫർദർ അറ്റാക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിലൂടെ എനിക്ക് ഓഡിയൻസോട് പറയാനുള്ളത്, നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റ അത് പേഴ്സണലായിട്ട് തന്നെ കീപ്പ് ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ മേ ബി ഫണ്ണായിട്ടാകാം ബർത്ത് ഡേറ്റും കാര്യങ്ങളൊക്കെ പെറ്റിൻ്റെ പേരൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. ഞാനോ പെട്ടു നിങ്ങളെ ഇപ്പോൾ ബ്രോ പറഞ്ഞതിനോട് അസോസിയേറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇതിനകത്തെ ക്യാരക്ടറും എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ടല്ലാണ്ടും ആളുകളെ ഇപ്പം നേരത്തെ പറഞ്ഞത് ഒരു ലോജിക്കൽ അപ്ലൈയും കൂടെ ഉണ്ടല്ലോ ഇതിനകത്ത്. അതുപോലെ ഇതിലെ പല സാഹചര്യങ്ങളിലും ഇപ്പം ഈ ക്യാരക്ടർ അവിടുത്തെ ലോജിക്സ് അപ്ലൈ ചെയ്തിട്ട് അല്ലെങ്കിൽ കുറച്ച് ഇന്റലിജന്റ് ആയിട്ട് ചിന്തിച്ചിട്ട് പല സൊല്യൂഷൻസും ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെ ഭാഷയിൽ ഇതിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയാം. എന്ന് പറയുന്നത് അതായത് ഈ ടൂളോ കാര്യങ്ങളോ സോഫ്റ്റ്വെയറോ കമ്പ്യൂട്ടറോ ഒന്നും വേണ്ട, വിളിച്ചിട്ട് പറഞ്ഞാൽ മതി. അതായത് ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ, അതായത് ഇപ്പം ഇത്രയും സമയം സംസാരിച്ചു, എനിക്ക് ഇതിലൂടെ പല ഇൻഫർമേഷനും കിട്ടിയിട്ടുണ്ടാവും, അതെനിക്ക് മിസ്യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വിളിച്ചിട്ട് പറയാം നിങ്ങൾക്ക് 10,000 rupees ലോട്ടറി അടിച്ചിട്ടുണ്ട്, അത് കിട്ടണമെങ്കിൽ അതിൻ്റെ ടാക്സ് എമൗണ്ട് ആയിട്ടുള്ള ഒരു 20,000 അടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കമ്പ്യൂട്ടർ ഒന്നും ഉപയോഗിക്കണ്ട, അടച്ച ടീമുണ്ട്. അപ്പോൾ പൈസ പോയത് പോയി. അപ്പൊ ഇങ്ങനെയുള്ള അറ്റാക്സ് വരണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹാക്കറിന് എന്ത് വേണ്ട, വലിയ ഒരു എനിക്ക് എന്റെ ഫോണിൽ ഡെയിലി 3 വെച്ച് വരാറുണ്ട്. ഒന്നാമത് ആക്ടറും കൂടി ആവുമ്പോൾ സോഷ്യലി എക്സ്പോസ്ഡ് ആണ് ഒരുപാട്, നമ്മളെ പോലെ അല്ല. അപ്പൊ അത്രയും ലിങ്ക്സും കാര്യങ്ങളും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് എടുത്ത് നോക്കിയാൽ തന്നെ മതി, ഒരുപാട് ആൾക്കാർ അക്കൗണ്ട് എടുക്കാൻ നോക്കുന്നുണ്ടാവും. ഐ തിങ്ക് 300K+, അത് അത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ്. അത് ഏത് ടൈമോ ആയിരിക്കും എടുക്കാനുള്ള ടെൻഡൻസി വരും. ഇഷ്ടം പോലെ മെസ്സേജ് ഉണ്ടാവും, ലിങ്ക് ഉണ്ടാവും. ഇത് കൊടുക്കല്ലേ, ചലഞ്ച് കൊടുക്കല്ലേ, എടുക്കും. അല്ല, ചലഞ്ചായിട്ട് കൊടുക്കാം, നമ്മളുണ്ടല്ലോ ഇവിടെ. അപ്പോൾ ഇത് ഇവിടെ പറഞ്ഞു വരുന്നത്, നമ്മളായിട്ട് ഒരു തെറ്റ് ചെയ്യാതെ, ലിങ്ക് ക്ലിക്ക് ചെയ്യാതെ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കാതെ ഒരാൾക്കും ഹാക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഓപ്പൺ ചലഞ്ചായിട്ട് ഞാൻ എല്ലാ വേദിയിലും ചെയ്യുന്നതാണ്. അപ്പം ഇപ്പോൾ പല രീതിയിലും വരാം. റൊമാൻസിന്റെ പ്രൊമോഷൻ എന്ന രീതിയിൽ ഇപ്പോൾ ഡയറക്ടേഴ്സിന് പല മെസ്സേജും പോയിട്ടുണ്ടാവും. അതിലൊരാളാണ് ഞാൻ. പ്രൊമോഷൻ്റെ കാര്യത്തിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, പക്ഷെ എന്നെപ്പോലെ ഫേക്കായിട്ട് ഒരാൾക്ക് അയക്കാം. അപ്പോൾ പല രീതിയിലും ഇപ്പോൾ സ്കാം ഏതാ റിയൽ ഏതാണെന്നും മനസ്സിലാക്കാൻ പാടുള്ള ഒരു കാലത്തിലാണല്ലോ ജീവിക്കുന്നത്. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. പക്ഷേ ഇത് ഒരുപാട് ടൂൾസ് ഉണ്ട് ഡിസ്കസ് ചെയ്യുമ്പോഴേക്ക്. ഈവൻ ഇതൊരു സിമ്പിൾ സാധനമാണ് മൗസ്, പക്ഷെ കാണാൻ മൗസ് ആണെങ്കിലും പരിപാടി നോക്കിയാ അതിൻ്റെ അകത്ത് എന്താ മദർ ബോർഡ് ഉണ്ട്, പരിപാടി ഉണ്ടല്ലേ. അപ്പോൾ സംഗീത ഒരു എഡിറ്റർ ആണെന്നും കൂടി പറഞ്ഞു. എഡിറ്ററിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സാധനമാണ് മൗസ്. ഈ ഒരു മൗസ് എൻ്റെ സ്റ്റുഡിയോയിൽ വന്ന് എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മൗസ് തരാം എനിക്ക്. മൗസ് അല്ല, ഇത് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 2 seconds അല്ലെങ്കിൽ മൈക്രോ സെക്കൻഡ്സ് കൊണ്ട് തന്നെ കമ്പ്യൂട്ടറിലുള്ള എല്ലാ ഫയൽസും ഒരു കോപ്പി എടുത്ത് എനിക്ക് കോപ്പിയാവും. ഒരു ഡ്രൈവ് പോലെ ഇതിലേക്ക് കോപ്പി ആവുന്നല്ല, ഇത് ആ കമ്പ്യൂട്ടറിൽ നിന്ന് മെയിലായി എനിക്ക് അയച്ചു തരും. ഇത് അവിടെ തന്നെ നിന്നോട്ടെ, ഇതൊന്നും അറിയില്ല. അതൊരു ബ്ലിങ്കിങ് സ്പീഡിലായിരിക്കും നടക്കാം, നമ്മൾക്കത് കാണാൻ പറ്റില്ല. അതിപ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ടൈം വേസ്റ്റ് ആവും. അപ്പോൾ ഓരോന്ന് പറഞ്ഞിരുന്നേ ഉള്ളൂ. അപ്പോൾ ഈവൻ ഒരു മൗസിലേക്ക് കൂടിയും നമ്മൾക്ക് ഇൻജക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാലത്ത് പോയാൽ നിങ്ങൾ മൗസ് ഉപയോഗിക്കരുത്. എല്ലാം ഈവൻ എയർപോർട്ടിൽ പോകുമ്പോൾ നമ്മളുടെ ഓൺ ചാർജറും കേബിൾ യൂസ് ചെയ്യുക. അവിടെ പബ്ലിക്കിൽ കാണുന്ന കേബിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അറ്റാക്ക് ആ കേബിളിലൂടെ നമ്മൾക്ക് ഇൻജക്ട് ചെയ്യാൻ പറ്റും. OMG കേബിൾ എന്നാ പറയുക. അതേപോലെ പബ്ലിക് വൈഫൈ, ഇതെല്ലാം സത്യം പറഞ്ഞാൽ ഇവിടെ സ്വന്തം കേബിൾ സ്വന്തം ചാർജർ യൂസ് ചെയ്യാതല്ല വേറെ മാർഗ്ഗമില്ല. എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് പേടിപ്പിക്കാൻ പറയുന്നതല്ല, ബട്ട് ഇപ്പം നേരത്തെ പറഞ്ഞു ഒരു അറ്റാക്കിന് വിക്ടിം ആയിട്ടുണ്ട്. ഇപ്പം ഞാനും ഒരു സൈബർ സെക്യൂരിറ്റി പഠിച്ചവരാണ്, എത്തിക്കൽ ഹാക്കർ ആണെങ്കിലും എനിക്കും പറ്റാം. നമ്മളെ വീക്ക്നെസ്സിലാണ് ഇവർ ടാർഗറ്റ് ചെയ്ത്. ഫെബ്രുവരി 14 നിങ്ങൾക്ക് ഫ്ലിപ്പർ സീറോ എന്താണെന്ന് അറിയാൻ പറ്റും, ഹരിഹരസുധൻ ആരാന്ന് അറിയാൻ പറ്റും, റൊമാൻസിൽ ഹാക്കിംഗ് എങ്ങനെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നും എല്ലാം അറിയാൻ പറ്റും. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ആ എക്സ്പീരിയൻസ് തിയേറ്ററിൽ തന്നെ ചെയ്യേണ്ടി വരും ഉറപ്പായിട്ടും. അല്ലെങ്കിൽ ഇതുപോലത്തെ പരിപാടി ഒപ്പിക്കാൻ പോയാൽ പണി കിട്ടും. ആദ്യമൊക്കെ കണ്ടു പോവാം സിനിമയൊക്കെ, പയ്യെ പണി കിട്ടും എപ്പോഴെങ്കിലും അല്ലേ. അത് ഇപ്പോഴായിരിക്കില്ല, വൺസ് ഇപ്പം മേ ബി സ്റ്റുഡൻ്റ് ആവാം, പൈസ ഉണ്ടാവില്ല, ബാങ്ക് അക്കൗണ്ട് കാലിയാവും. നേരത്തെ പറഞ്ഞ പോലെ ഒരു അറ്റാക്ക് വന്നിട്ട് ATM കാർഡിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. പക്ഷെ പിന്നെ ഒരു സമയം എമൗണ്ട് വരും, ബാലൻസ് വരും. ആ സമയത്തായിരിക്കും ഹാക്കർ പണി തുടങ്ങാം. ഇതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ടെലിഗ്രാമിൽ പല ലിങ്കിലും കയറിയിട്ടുണ്ടാവും, അറ്റാക്ക് ആയിട്ടുണ്ടാവില്ല. പക്ഷെ വൺസ് നിങ്ങളെ അക്കൗണ്ടിലേക്ക് പൈസ വരുമ്പോഴായിരിക്കും
അതിൻ്റെ വർക്കിംഗ് തുടങ്ങാം. തുടങ്ങുക. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. സമാധാനത്തോടെ വന്ന് തന്നെ കുറെ ഇല്ല ടെൻഷൻ അല്ല കേട്ടോ, വേറെ ആയി അത്രേ ഉള്ളൂ. ബെറ്റർ ആണ്, ഒരുപാട് കുറച്ചും കൂടി ടേക്ക് കെയർ ചെയ്യാം. പുതിയൊരു അറ്റാക്ക് ആൾക്കാർക്ക് പരിചയപ്പെടാൻ പറ്റി. മറ്റേ പോസ്റ്റ് ഓഫീസ് വഴിയിൽ വന്ന അതെ, അത് നമ്മൾ ഇത്രയും റീൽസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോസ്റ്റ് ഓഫീസിലൊരു സംഭവം നമ്മൾ ചെയ്തിട്ടില്ല, പുതിയൊന്നായി. അപ്പോൾ എന്തായാലും ശരി, സംഗീതിനെ റൊമാൻസിൽ വെച്ച് February 14th തിയേറ്ററിൽ വെച്ച് കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ എല്ലാവരും റൊമാൻസ് February 14th തിയേറ്ററിൽ തന്നെ കാണുക. താങ്ക് യു.